ഞാനിപ്പോൾ വന്നത് എന്താ കമന്റ് ഒരു കമന്റ് അല്ലാണ്ട് കുറേ കമന്റ് ഞാൻ കണ്ടു. കമന്റ് കണ്ടിട്ട് ഓൾറെഡി ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കണേ. എന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ്. പഠിത്തം, ജോലി, കൊച്ച്. ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞാറ്റ ഇച്ചായൻ വിഷയമാണ്. അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഞാനിട്ട വീഡിയോയിലാണെങ്കിലും നല്ല റീച്ച് ഉണ്ടായ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഫാമിലി വ്ളോഗേഴ്സ് എത്രത്തോളം വ്യൂവേഴ്സിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നുണ്ട് എന്ന്. കാരണം ഇവർ റിലേറ്റ് ചെയ്തിട്ട് ഇടുന്ന വീഡിയോകൾക്കൊക്കെ ഭയങ്കര റീച്ചാണ്. സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള എന്ത് ടോപ്പിക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിലും വലിയ റീച്ച് ഒന്നും കാണുന്നില്ല. അങ്ങനെ കുഞ്ഞാറ്റ ഇച്ചായൻ രണ്ട് സൈഡിലായിരിക്കുകയാണ്. രണ്ടുപേരും അവരുടെ കുഞ്ഞാറ്റ ഇച്ചായൻ എന്ന് പറയുന്ന പേരൊക്കെ മാറ്റി അവരുടെ OG നെയിം ഇട്ടു. രണ്ടുപേരുടെയും ബയോല് മോം ഓഫ് മിക്കയൽ എന്ന പേരുണ്ട്, അപ്പുറത്ത് ഡാഡ് ഓഫ് മിക്കയൽ എന്ന് പറയുന്ന പേരുണ്ട്. ഹൈലൈറ്റ്സ് വന്നു. രണ്ടുപേരും പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്തു. അക്കൗണ്ട് വീണ്ടും റിഫ്രഷ്ഡ് ആയി. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരുടെ സൈഡിൽ നിന്ന്, കുഞ്ഞാറ്റേൻ്റെ സൈഡിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇച്ചായൻ്റെ സൈഡിൽ നിന്ന് ഇച്ചായൻ ചിലതൊക്കെ എന്തൊക്കെയൊക്കെയോ പറയുന്നു. അതിൽ എടുക്കേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ എടുക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ്. അപ്പോൾ ഇച്ചായൻ്റെ ലൈഫിൽ വേറെ ഒരു പുതിയൊരു സ്റ്റെപ്പ് കൊണ്ടുവന്നു. കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് ഏകദേശം അതിൽ നിന്നതിൽ കൂടെ ഇച്ചായന് മനസ്സിലായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇൻകം സോഴ്സ് കിട്ടുന്ന ഒരു സാധനമാണ് എന്നുള്ളത്. അപ്പം ഇത്രയും കാലം ഭാര്യയുടെ ചാനലിലായിരുന്നു നിന്നത്. ഇപ്പം ഭാര്യ സെപ്പറേറ്റ് ആയതുകൊണ്ട് തന്നെ പുള്ളി സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ വീഡിയോ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു ചാനൽ തുടങ്ങാൻ പോവാ. അപ്പൊ എന്റെ ഫാമിലി ആയിട്ടുള്ള കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഞാനും നൈസായിട്ട് അവരോട് ചോദിച്ചു നോക്കാം. അവരും ഒക്കെ അല്ലെങ്കിൽ ഞാൻ വിട്ടുപോകും. കാരണം ഞാൻ ഫാമിലി ആയിട്ടുള്ള വീഡിയോ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു നോക്കട്ടെ കേട്ടോ. അച്ചാച്ചേ, അമ്മേ, എന്നാലും ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങട്ടെ, നിങ്ങൾ എന്റെ കൂടെ കൂടുവോ? അച്ചാച്ചിയോ? യൂട്യൂബ് ചാനലോ? ഞാൻ എപ്പോഴാ റെഡി. വീട്ടില് പണിയും കാര്യങ്ങളൊക്കെ കിടക്കണോണ്ട് ആകെ അലങ്കോലായിട്ട് കിടക്കാട്ടോ. അപ്പൊ എല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ താമസമായിട്ടൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് വരാട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വീഡിയോ എന്ന നിലയിൽ കൊടുത്തത്. അച്ഛനും അമ്മേനെയൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഫാമിലി വ്ളോഗാണ് ഞാൻ ഇടാൻ പ്ലാൻ ചെയ്യുന്നത്. അവരോട് ചോദിക്കട്ടെ എന്ന്. ഇതൊരു സ്ക്രിപ്റ്റഡ് സാധനമാണ്. കണ്ടാൽ തന്നെ അറിയാം അച്ഛനും അമ്മയും അതിന് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുന്നതാണ്. പക്ഷെ ഇതിൽ സർപ്രൈസ് ആയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞാറ്റേൻ്റെ വീഡിയോയിൽ വരാൻ ഈ അമ്മയും അച്ഛനും തീരെ താല്പര്യം കൊണ്ടിട്ടില്ല. പിന്നെയും ഈ അമ്മയുടെ വീഡിയോ 1 or 2 കാണുക എന്നല്ലാണ്ട് ഈ അച്ഛൻ്റെ വീഡിയോ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആൻഡ് കുഞ്ഞാറ്റേനോട് തന്നെ ചോദിക്കും, ഭർത്താവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ എടുക്കാത്തത്, എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ അമ്മേനെ കാണിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പം കുഞ്ഞാറ്റൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഹസ്ബൻഡിൻ്റെ ഫാമിലി വീഡിയോയിൽ വരാൻ വില്ലിങ് അല്ല, അവർക്ക് വീഡിയോ വരുന്നതിനോട് താല്പര്യമില്ല. അവർ വീഡിയോയിൽ വരുന്ന സമയത്ത് അവർ വീഡിയോ കാണുമ്പം പുറമെയുള്ള ആൾക്കാരൊക്കെ അവരുടെ അടുത്ത് പലതും ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല എന്നൊരു എക്സ്ക്യൂസാണ് പറഞ്ഞത്. പക്ഷെ അന്നേ മനസ്സിലായിട്ടുണ്ട് ഇവർക്ക് വീഡിയോ എടുക്കാൻ താല്പര്യമില്ലാത്തതൊന്നുമല്ല, കുഞ്ഞാറ്റേനോടുള്ള ഒരു താല്പര്യക്കുറവിൻ്റെ പേരിൽ കുഞ്ഞാറ്റേൻ്റെ വീഡിയോയിൽ അവർ ഉൾക്കൊള്ളാത്തതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഒരു ഫാമിലി സൈഡിൽ നിന്ന് കിട്ടേണ്ട ഒരു സപ്പോർട്ട് കുഞ്ഞാറ്റയ്ക്കോ അല്ലെങ്കിൽ ഈ ഇച്ചായനോ കിട്ടിയിട്ടില്ല. കാരണം ഇച്ചായനെ കുഞ്ഞാറ്റേൻ്റെ ഫാമിലി എത്ര വലിയ അടിപൊളിയായി കൺസിഡർ ചെയ്യുന്നുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ തന്നെ കുഞ്ഞാറ്റേനെ ഇച്ചായൻ്റെ ഫാമിലി അധികം അടിപൊളിയായി കൺസിഡർ ചെയ്തിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ചെടുത്തൊരു ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ ഫാമിലീൻ്റെ സപ്പോർട്ടും ഇല്ല, രണ്ട് ഫാമിലിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യമില്ല. അപ്പം ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞ ഈ അമ്മ മോൻ്റെ യൂട്യൂബ് ചാനൽ പിന്നെ അല്ല അടിപൊളി സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കുഞ്ഞാറ്റേനെ ഇഷ്ടമില്ലായിട്ടാണ്. അപ്പോൾ ഒരു അമ്മായിയമ്മ പോരും അമ്മായിപ്പയ്ക്ക് താല്പര്യമില്ലായകയൊക്കെ നമുക്ക് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ആൻഡ് അവരുടെ ഫസ്റ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞു. ആദ്യം തന്നെ ഒരു 1K സബ്സ്ക്രൈബർ എങ്ങാനും ആൾക്ക് ആയിട്ടുണ്ട്. മേ ബി അതിൽ മോർ ആവാനാണ് കൂടുതലും ചാൻസ് ഉള്ളത്. ആൻഡ് അതിലിട്ടത് ഇച്ചായൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അതിൽ മിക്കായൽ എന്ന് പറയുന്ന കുട്ടീനെ വീഡിയോ കോൾ ചെയ്യുന്നതും അതിൽ കടന്ന് കരയുന്ന സീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടാവുന്ന കാണാം. ആദ്യം തന്നെ ഈ വീഡിയോൻ്റെ താഴെ ഇട്ടിട്ടുള്ള ക്യാപ്ഷൻ, ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു എന്നാണ് ക്യാപ്ഷൻ ഇട്ടിട്ടുള്ളത്. ആൻഡ് ഇതിൽ പറയുന്നത് ഫുള്ള് ഇച്ചായൻ്റെ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. കേക്ക് കട്ട് ചെയ്യുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതും ആ ഗിഫ്റ്റ് ഇടുന്നതും വീട് പണീൻ്റെ കാണിക്കുന്നതും കുട്ടീനെ വിളിച്ച് കരയുന്നതും ഈ പീസുകളൊക്കെയാണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നത്.
ഇതും ഒരു 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 സ്റ്റാർട്ടാണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച പോലെയൊന്നുമല്ല എൻ്റെ ലൈഫ്, ഞാൻ വിചാരിച്ച പോലെയല്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല, ഞാൻ കണ്ട പോലെയല്ല. അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൽ കൺവേ ചെയ്യാം. ഞാൻ പഠിക്കുകയാണ്, എൻ്റെ ലൈഫ് അങ്ങനെ എന്താ പറയുക, ഒരു വലിയൊരു തഗ് പോലെ ഡയലോഗ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്. നമുക്ക് ഒന്ന് കാണാം. ഞാൻ പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ നടന്നതെന്നാണ്. ഓഫ് കോഴ്സ് അങ്ങനെയാണ്. നമ്മൾ ആരും കല്യാണം കഴിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ 2-3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരുമെന്ന്. ഇതൊരു ലവ് മാരേജ് ആകുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നിയിട്ട് അവരെടുക്കുന്ന ഒരു ഡിസിഷനാണ് ലവ് മാരേജ് എന്ന് പറയുന്നത്. പിച്ചായനെ സംബന്ധിച്ച് ഓഫ് കോഴ്സ് ഇതൊരു ഷോക്കിംഗ് ആയിരിക്കാം. പക്ഷെ വീഡിയോ കാണുന്ന ആൾക്കാർക്കാണെങ്കിലും കുഞ്ഞാറ്റേൻ്റെ സൈഡിൽ നിന്നുള്ള റെസ്പോൺസും അവരുടെ വ്ളോഗ് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരുന്നു ഇത് ഈ അടുത്തൊന്നും നല്ല രീതിയിൽ ഇത് പോവും എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. നമ്മളെപ്പോഴും പറയുന്നതാണ് ഏത് ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ 2 വ്യക്തികൾ മാത്രം മതി എന്ന് പറയുമെങ്കിലും കുടുംബത്തിൻ്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ആ ഒരു സാധനം ഇവർക്ക് തീരെ കിട്ടിയിട്ടില്ല. അത് തന്നെ ഒരു വലിയൊരു ഡ്രോബാക്ക് ആണ്. പുതിയൊരു തീരുമാനം എടുത്തു, പുതിയൊരു വഴിത്തിരിവ് വന്നു. എന്തായാലും ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുത്തിപ്പറിച്ചിലിനും ആവരുത് എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോ, നിങ്ങളുടെ കണ്ടന്റ്, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം എന്നൊരു ഒപ്പീനിയനാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. കാരണം വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ അതിനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പം എന്തായാലും ആ ഡിസിഷൻ വാസ് ഫൈനൽ. ബിക്കോസ് ഐ ബിലീവ് കുഞ്ഞാറ്റ് ഇതിന് മുമ്പ് എടുത്തു, അത് വേണ്ടാന്ന് വെച്ചു, വീണ്ടും നോക്കി വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഫൈനലി പുള്ളിക്കാരി ഫിക്സ് ചെയ്തിട്ടുള്ളൊരു തീരുമാനമാണ്. അപ്പം അതിനൊരു മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. സോ അതാ, നിങ്ങൾ ഏത് ബന്ധമാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നല്ല രീതിയിലല്ല, ഞാൻ ഹാപ്പി അല്ല, ഞാൻ പോസിറ്റീവ് അല്ല, അത് ഫ്രണ്ടോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം അത് മുന്നോട്ട് കൊണ്ടുപോകാണ്ട് ബ്രേക്കപ്പ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. അത് 2 വ്യക്തിയുടെയും മെൻ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റാണ്. ഞാൻ കാരണം ആരുടെയെങ്കിലും ഒരു മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ്റെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ എനിക്ക് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തെറ്റ് പറ്റാത്ത ആൾക്കാർ ഈ ലോകത്തില്ല. ഞാൻ ഈ ദാമ്പത്യ ബന്ധത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, അത് അവരുടെ പേഴ്സണൽ ഡിസിഷനാണ്. കണ്ടിന്യൂ ചെയ്യണോ കണ്ടിന്യൂ ചെയ്യണ്ടേ, കുഞ്ഞാറ്റ ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ ഇച്ചായൻ്റെ ഭാഗത്താണ് ശരിയെന്നോ, അല്ലെങ്കിൽ ഇച്ചായൻ ചെയ്തത് തെറ്റാണോ കുഞ്ഞാറ്റൻ്റെ ഭാഗത്ത് ശരിയാണോ ഒന്നും അങ്ങനത്തെ ഒരു ഒപ്പീനിയനിലല്ല ഞാനിവിടെ പറയാൻ വന്നത്. പക്ഷേ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായ തെറ്റ് എന്ന് മനസ്സിലാക്കി അയാൾ നമ്മുടെ മുന്നോട്ട് വരുമ്പം അത് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. തെറ്റ് പറ്റാതെ ആരും ഈ ലോകത്തില്ല. എല്ലാവരും 100% പെർഫെക്റ്റ് അല്ല. എല്ലാവർക്കും മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് വളരെ ചുരുക്കം ആൾക്കേ ഉള്ളൂ. വിച്ചായൻ്റെ വീഡിയോ മുഴുവനായി കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എവിടേക്കോ എന്തൊക്കെയോ കുറ്റബോധവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് അലയടിച്ചിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. കുറേ കാലമായിട്ട് ഈ പരിപാടിയും പണിയൊന്നും ഇല്ലാന്ന്. കാരണം എപ്പോൾ നോക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുന്നതും വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കുഞ്ഞാറ്റ മാത്രമാണ്. അപ്പം സാരമില്ല, ഇനി അത് പഠിച്ചു തുടങ്ങിക്കോളൂ. അവനവൻ്റെ കയ്യിലോട്ട് എത്തുമ്പോൾ നമ്മൾ പലതും പഠിക്കുമല്ലോ. അമ്മച്ചിക്ക് ഇവർക്ക് അതെ അല്ല ചേച്ചേ, ഒത്തിരി കാലശേഷം വീണ്ടും ഞങ്ങൾ വീഡിയോയിലേക്ക് വരുവാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇതൊക്കെയാണ് ഒരു രസം. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മള് എന്നാ പറയണ, ഒരു ഇവർക്ക് സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും അവരുടെ ഫാമിലി വ്ളോഗ് ഒരു സൈഡ് കൂടെ പോട്ടെ. എല്ലാവരും കൂടെ വളരെയധികം എന്താ പറയുക ഇഷ്ടത്തോടു കൂടിയും താല്പര്യത്തോടു കൂടിയും ഫാമിലി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വ്ളോഗ് കാര്യങ്ങളാണ്. ഈ വ്ളോഗിൻ്റെ ഒരു എൻഡ് ഭാഗത്തോട്ടായിട്ട്
കുട്ടീനെ വീഡിയോ കോൾ ചെയ്ത് കരയുന്ന ഒരു ഭാഗമുണ്ട്. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഞാനത് ഈ പീസിൽ ആഡ് ചെയ്യുന്നില്ല, കാരണം എനിക്ക് കുട്ടീൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും ഇതിലെടുത്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ കണ്ടവർ പോയി കാണാം. ഞാനത് ആലോചിക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് ഈ കല്യാണം കഴിക്കുന്ന പുരുഷന്മാരോടും കല്യാണം കഴിക്കുന്ന സ്ത്രീകളോടും പ്രണയിച്ച് കഴിക്കുന്നവരോടും അല്ലെങ്കിൽ നേരത്തെ കല്യാണം കഴിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കല്യാണം എന്ന് പറയുന്നത് പെട്ടെന്ന് എടുക്കേണ്ട ഒരു ഡിസിഷനല്ല, നന്നായി ആലോചിച്ച് കണ്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. നമ്മുടെ ഫ്യൂച്ചർ മുഴുവൻ നമ്മൾ ജീവിക്കാൻ പോകുന്നത് ഈ വ്യക്തിയുടെ കൂടെയാണ്. അവിടെ നമുക്ക് ഫാമിലി സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഞാൻ ഈ ലോകത്ത് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഏതാ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ വീട് മാത്രം. അതിലും കൂടുതൽ എന്നെ ഹാപ്പി ആക്കാൻ പറ്റുന്ന, എന്നെ കംഫോർട്ടബിൾ ആക്കാൻ പറ്റുന്ന, എന്നെ പീസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു ലോകം വേറെ ഒന്നും എനിക്കില്ല. ആൻഡ് എനിക്ക് ഞാനായി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് മാത്രമാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും എൻ്റെ സഹോദരൻ്റെയും എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബക്കാരുടെ ഇടയിൽ എന്നെ ഞാനായി അക്സെപ്റ്റ് ചെയ്ത് എൻ്റെ തെറ്റുകളും എൻ്റെ കുറവുകളും ഒക്കെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എന്നോട് പ്യുവർ സ്നേഹം കാണിക്കുന്നവർ മാത്രം. നമ്മൾ ഈ ബന്ധം ഒഴിവാക്കി നമ്മൾ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പം അതിനി എത്രയൊക്കെ ആത്മാർത്ഥ ബന്ധമാണ്, 10 കൊല്ലം പ്രണയിച്ച് 11 കൊല്ലം പ്രണയിച്ചിട്ടാണെങ്കിലും കല്യാണം എന്ന് പറയുന്ന ഒരു ഫേസാണ്, പ്രണയം വേറൊരു ഫേസാണ്. ഈ കല്യാണ ഫേസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ചിലപ്പം പ്രണയിക്കുന്ന ടൈമിൽ കാണാത്ത കുറേ സാധനങ്ങൾ കല്യാണം കഴിഞ്ഞ് കാണാൻ പറ്റും. ഞാൻ പ്രണയത്തിൽ മാത്രമല്ല പറയുന്നത്, അറേഞ്ച് മാരേജിൽ നമ്മൾ കാണാത്ത കുറേ സാധനങ്ങൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കാണാൻ പറ്റും. ഇത് കാണുമ്പോഴാണ് ഊയിൻ്റെപ്പ പണി വാളിയല്ലോ എന്നൊരു മെൻറ്റാലിറ്റി നമുക്ക് വരിക. ആ ഒരു ടൈമിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് താങ്ങായിട്ട് നമ്മുടെ കൂടെ വേണ്ടത് നമ്മുടെ ഫാമിലിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫാമിലി സപ്പോർട്ടിങ് മാരേജ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ലവ് ആണെങ്കിലും അതിനൊരു ഫാമിലി സപ്പോർട്ട് വേണം. അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മൾ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ലൈഫ് എന്താവും, അല്ലെങ്കിൽ നമുക്കൊരു അപ്സ് വന്നാൽ നമ്മളൊന്ന് ഡൗൺ ആയാൽ നമ്മളെ ഹോൾഡ് ചെയ്യാൻ അവരല്ലാണ്ട് വേറൊരാളും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. ഇവരുടെ റിലേഷൻഷിപ്പിനൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു മെയിൻ റീസൺ രണ്ട് ഫാമിലീൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല. ആൻഡ് അവരുടെ സൈഡിൽ നിന്ന് കിട്ടേണ്ട ഒരു സപ്പോർട്ട് കിട്ടിയില്ല. ഞാൻ ഇന്നേ വരെ രണ്ടുപേരുടെ ഫാമിലി ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൽ പോലും കണ്ടിട്ടില്ല. അപ്പം തന്നെ എത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് പോവും, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള പറയില്ല, നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അതൊരു മെയിൻ ഘടകമാണ്. ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ആ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുമ്പം നിങ്ങൾ റീതിങ്ക് ചെയ്യണം എന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെയല്ല പറയുന്നത്, കുട്ടീൻ്റെ സൈഡും കൂടെ നിങ്ങൾ തിങ്ക് ചെയ്യണം. മിക്കായൽ എന്ന് പറയുന്ന ഒരു ചെറിയ മോനാണ്. അവനവൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നും സ്നേഹം കിട്ടേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈമിൽ ഒന്ന് ഈ കുഞ്ഞാറ്റ ഇവിടെ ഇല്ല, കുഞ്ഞാറ്റ മാൾട്ടയിലാണ്, ഇച്ചായൻ തെറ്റി ഇച്ചായൻ്റെ സ്ഥലത്താണ്. ആ കുട്ടി വളരുന്നത് അതിൻ്റെ അമ്മമ്മേൻ്റെയും അമ്മച്ചനോട് അനിയൻ്റെ ഒക്കെ എടുത്താണ്. അവിടെ ആ പാരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം പാരൻറ്റിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം. അത് കിട്ടിയാലേ തിരിച്ചു കൊടുക്കാൻ തോന്നും. അത് കിട്ടാണ്ട് വളരുന്ന ആൾക്കാർക്ക് പാരൻസിനോടോ ഒന്നും ഒരു വലിയൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അത് ഇറ്റ്സ് എ പ്രൂവൺ തിങ്. ഞാനിപ്പോൾ ജനിച്ച് വളർന്ന ആ ടൈം തൊട്ട് ഈ ടൈം വരെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് പ്രസൻസ് എന്ന് നോക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ഉണ്ടാവുക. എനിക്ക് പാരൻ്റ് ഇല്ല, എൻ്റെ പാരൻ്റ് അവരുടെ ജോബുമായിട്ട് അവർ ബിസിയാണ്, അവർ തമ്മിലൊരു സ്ട്രഗ്ലിങ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാനെങ്ങനെ ഹാപ്പിയാവും? എങ്ങനെ എനിക്ക് ഒരു നല്ല ചൈൽഡ്ഹുഡ് ഉണ്ടാവും? ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ ഡിവോഴ്സി പാരൻസൊക്കെ ലൈഫിൽ ഒരു ഫോക്കസ് കൊടുക്കേണ്ട ഒരു സാധനം ഇതാണ്. കണ്ടു കമന്റ് കണ്ടിട്ടോ, ഓൾറെഡി ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കണേ. എന്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഡിപ്രസ്ഡാണ്. പഠിത്തം, ജോലി, കൊച്ച്, യൂട്യൂബ്, പ്രമോഷൻ എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ടയേർഡാണ്. എല്ലാം കൊണ്ടും എല്ലാം മാനേജ് ചെയ്ത് പോണെങ്കിൽ അതുപോലെ എനിക്ക് അറിയാൻ പാടില്ല. ഇത് സത്യ. കുഞ്ഞാറ്റേൻ്റെ വീഡിയോയിൽ ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്. കുഞ്ഞാറ്റ ഈസ് എ മൾട്ടി വർക്കോളിക് പേഴ്സൺ. പുള്ളിക്കാരിക്ക് പഠിക്കണം നഴ്സിംഗ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കണം, അതിൻ്റെ കൂട്ടത്തിൽ കുട്ടീൻ്റെ കാര്യം നോക്കണം, അതിൻ്റെ കൂട്ടത്തിൽ യൂട്യൂബിൽ വീഡിയോ ഇടണം, അതിൻ്റെ കൂട്ടത്തിൽ പ്രൊമോഷൻ ചെയ്യണം, അതിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു ചെറുകിട ബിസിനസ് ഉണ്ടായിരുന്നു, ബിസിനസ്സും ചെയ്യണം. ഒരു പേഴ്സൺ എങ്ങനെ ഇത് മുഴുവൻ ചെയ്യാൻ പറ്റും?
കുഞ്ഞാറ്റയ്ക്ക് നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു പാർട്ട്ണർ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആൾ ഈ വീഡിയോയിൽ വന്നിങ്ങനെ കരഞ്ഞു പറയില്ല. ഇതൊരു വീഡിയോ ഒന്നുമല്ല, താഴോട്ട് നിങ്ങൾ എടുത്ത് നോക്ക്. എല്ലാത്തിലും പ്രശ്നം, എല്ലാത്തിലും എക്സ്പ്ലനേഷൻ, എല്ലാത്തിലും കമൻറ്റാണ്. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഷീ വാസ് അണ്ടർഗോയിങ് നോട്ട് ആൻ ഹാപ്പി റിലേഷൻഷിപ്പ്. ഒരു ടോക്സിക്, സപ്പോർട്ടീവ് അല്ലാത്ത ഒരു പാർട്ട്ണറിൻ്റെ പ്രസൻസ് കൂടിയാണ് പുള്ളിക്കാരി പോയിക്കൊണ്ട് നിൽക്കുന്നത്. അതാണ് പുള്ളിക്കാരി കാണിച്ചത്. എനിക്ക് പക്ഷേ ഇതൊക്കെ കൂടി ഒറ്റയ്ക്കാണ് ഞാൻ മാനേജ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലെ നമ്മൾ നിൽക്കുന്നതിന്റെ വാടക, ഷിഫ്റ്റിംഗ് ആണ്, വാടക, പിന്നെ ചിട്ടി, കാറിന്റെ CC, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒറ്റയ്ക്ക് ഓടിക്കുമ്പോൾ ടോട്ടലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കണേ. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഒരുപാട് എഴുതാനുണ്ടാവും. എനിക്കറിയില്ല, ഞാൻ പണ്ടത്തെക്കാളും ഭയങ്കര മടിച്ച് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ പഠിക്കാറില്ല, ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് മെയിൻലി ഞാനത് വിട്ടുപോയത്. വീടിന്റെ വാടക, ചിട്ടി, CC ഇത് ഫുൾ ഞാൻ ഒറ്റയ്ക്കാണ് ഓടിക്കുന്നത്. അത് മെന്റലി എന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഇച്ചായൻ എന്താ അവിടെ ചെയ്യുന്നത്? ഇവൻ കല്യാണം കഴിച്ചിട്ട് ആ റൂമിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങുകയാണോ ചെയ്യുന്നത്? അല്ലാണ്ട് എന്താ ചെയ്യുന്നത്? ഒരു പ്ലേറ്റ് കഴുകി വെച്ച് പോലും ഞാൻ സത്യം പറഞ്ഞാൽ ഈ പേഴ്സണെ കണ്ടിട്ടില്ല. ആ വ്ളോഗ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇതൊക്കെയാണ് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്. നിങ്ങളൊരു കല്യാണത്തിലോട്ട് വരുന്ന സമയം, നിങ്ങളെ പ്രായം ചിലപ്പോൾ 22 ആണെങ്കിലും 23 ആണെങ്കിലും നിങ്ങൾ ചെക്കന്മാരല്ല എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങളവിടെ ഒരു ഭർത്താവായി. ഇപ്പോൾ ഒരു ഭർത്താവിൻ്റെതായ കുറേ ഉത്തരവാദിത്തങ്ങളും കടമകളും ഉണ്ട്. ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം വിവാഹം കഴിക്കുക. അല്ലാണ്ട് ഭർത്താവ് എന്ന് പറയുന്ന ഒരു രൂപം മാത്രമായി നിന്നുകൊണ്ട് ഒരു കാര്യമില്ല. ആൻഡ് കൂടുതലും നിങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാണ്ട് നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്തിനാ വെറുതെ അങ്ങനത്തെ ഒരു സ്പേസിലോട്ട് പോകുന്നത്? ഇപ്പോൾ പഴയ വീഡിയോകളൊക്കെ ഡിഗപ്പ് ചെയ്യുകയാണ്, സംസാരിക്കുകയാണ്. ഞാൻ ഈ ഒരു പീസ് വെച്ചത് ഇത്രയും എൻ്റെ ഒരു മെയിൻ എയിം ഉണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് എൻ്റെ കമൻറ്റിലും കുറേ പേര് മെസ്സേജൊക്കെ ചോദിച്ചു എങ്ങനെ അറിയാം എന്നൊക്കെ. ഇവരുടെ വ്ളോഗ് കണ്ടാൽ ഇതൊക്കെ കോമൺ സെൻസിൽ നമുക്ക് മനസ്സിലാവും. പൊലിച്ച് രാത്രി വരെ പണിയെടുക്കുന്നു, കിടക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, അതിന് പൊലിച്ചൊക്കെ എണീക്കുന്നു, പഠിക്കുന്നു, കുട്ടി ഉറക്കത്തൊന്ന് എണീച്ച് വരുന്നു, ഉച്ചാനോടെ കിടന്നുറങ്ങുന്നു, ഇവള് പിന്നെ കുട്ടീനെ കൊണ്ടുപോയി ഉറക്കുന്നു, പിന്നെ അതിന് ശേഷം വന്ന് വീഡിയോ എടുക്കുന്നു. ഇതൊക്കെയാണ് കാണിക്കുന്നത്. കണ്ടാൽ മനസ്സിലാവുമല്ലോ. സോ കല്യാണം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. നോക്കിയും കണ്ടും മാത്രം തീരുമാനം എടുക്കുക. ഇനി എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല. നിങ്ങളാണ് സഫർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളെ പാരൻസും അല്ല, നിങ്ങളുടെ സഹോദരങ്ങളും അല്ല, ആരുമല്ല. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം മൂവ് ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഓക്കെ അല്ല എന്ന് തോന്നിയാൽ ആ സെക്കൻഡ് അതിൽ നിന്ന് പുറത്തോട്ടും വരിക. അല്ലാണ്ട് വെറുതെ ആ ടോക്സിക് റിലേഷൻഷിപ്പിൽ കൂടെ പോയി നമ്മളിന്ന് കാണുന്ന കുറേ ന്യൂസിലെ ഒരു പേരാവാണ്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.